എന്താ മീനാക്ഷി? മേഡത്തിന്റെ കാര്യം ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. രേണുവിക്കൊരു സാരിയാ മേഡം, കൂടെ മീനാക്ഷിക്ക് ഒരു ചുരിദാറും വാങ്ങി. പക്ഷെ എന്തു പറഞ്ഞിട്ടും മീനാക്ഷിക്ക് വാങ്ങാനൊരു മടി. മാഡം വഴക്കോറിയൊന്ന് പേടിച്ചിട്ടാവും. എന്താ മീനാക്ഷിയോട് മാത്രം ധനപാലിന് ഇത്ര താല്പര്യം? ഇവിടെ വേറെയും അന്തേവാസികളുണ്ടല്ലോ. മീനാക്ഷി അകത്തേക്ക് ചെല്ല്. എല്ലാവർക്കും കൂടി വാങ്ങാനുള്ള ധനസ്ഥിതിയൊന്നും ധനവാനില്ല മാഡം, അറിയാമല്ലോ. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. പിന്നെ മീനാക്ഷിയെ അന്യായി കാണാനും കഴിയില്ലല്ലോ. അമ്മയുടെയും രേണുകയുടെയൊക്കെ പെറ്റായിരുന്നില്ലേ അവൾ? സത്യം പറഞ്ഞ എനിക്ക് ധനപാലിനെ അങ്ങോട്ട് തീരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രാഷ്ട്രീയക്കാര് പൊതുവെ അടിക്കടി നിറം മാറുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണെന്ന് തോന്നുന്നത് ധനപാലിനെ കാണുമ്പോഴാ. എന്നെ ആ കൂട്ടത്തിലൊന്നും പെടുത്തരുത് മാഡം. വാശിയും വൈരാഗ്യവും ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വഭാവക്കാരനല്ല ധനപാലൻ. പിന്നെന്താ, അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. അതാ പ്രകൃതം. അപ്പോ എന്നോടുള്ള ദേഷ്യമൊക്കെ പോയിന്നാണോ? കോടതി കയറ്റുന്നൊക്കെ പറഞ്ഞു പോയിട്ട്? മാഡം അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. നാട്ടുകാർ ചിലതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ മാഡത്തെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും പ്രവർത്തിച്ചതും. ഇല്ല, ഞാൻ ഇനി ഒന്നിനുമില്ല. രേണുകയെ ഇവിടെ അത്ര കാര്യമായിട്ടാണ് മാഡം നോക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായി. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? എന്താ മാഡം ഇത്? മാഡം ഇപ്പോഴും എന്നെ അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. വിശ്വാസക്കുറവൊന്നുമില്ല. ധനപാലിന് ഇപ്പൊ വന്നത് എന്തിനാണെന്ന് പറയൂ. ഞാൻ ഇവിടേക്കല്ലാതെ മറ്റെവിടേക്ക് പോകാനാ മാഡം? ഈ ലോകത്ത് എനിക്കിനി ആകെയുള്ളൊരു ബന്ധുവെന്ന് പറയാൻ രേണുക മാത്രമല്ലേ ഉള്ളൂ. അമ്മയെക്കുറിച്ചാണെങ്കിൽ യാതൊരു വിവരവുമില്ല താനും. മാഡം, ഞാൻ രേണുകയെന്ന് കണ്ടോട്ടെ? രേണുക നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. അത് സാരമില്ല, എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി. വരൂ. താങ്ക് യു. ഡോക്ടർ എന്തു പറഞ്ഞു മാഡം? വല്ല മാറ്റവും കാണുന്നുണ്ടോ? അധികം വൈകാതെ രേണുക റിക്കവർ ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ ദൈവമേ, എനിക്കതൊന്ന് കണ്ടാൽ മതിയായിരുന്നു. പിന്നെ ആ കുഞ്ഞിൻ്റെ കാര്യം മാഡം അറിഞ്ഞു കാണുമല്ലോ. മാഡത്തിൻ്റെ അഭിപ്രായം എന്താ? ധനപാലൻ എന്താ ഉദ്ദേശിക്കുന്നത്? മാഡത്തിനറിയാമല്ലോ, ആ ശ്യാം ഒറ്റ ഒരുത്തം കാരണമാണ് എൻ്റെ കുഞ്ഞി അവസ്ഥയിലായത്. എന്തു വന്നാലും ഇവളുടെ കുഞ്ഞിനെ അവന് വിട്ടുകൊടുക്കരുത് മാഡം. ക്ലാരയ്ക്കും അതിന് അവകാശമില്ല. മാഡം അതിലിടപെടണം. ആ കുഞ്ഞു വളരേണ്ടത് രേണുകയുടെ കൂടെയാണ്. രേണുകയെ സംരക്ഷിക്കുന്ന പോലെ ആ കുഞ്ഞിനെയും മാഡം തന്നെ സംരക്ഷിക്കണം. എങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടൂ. വരട്ടെ, നമുക്ക് വേണ്ടതുപോലെ ആലോചിക്കാം. ആലോചിച്ച് വെറുതെ നേരം കളയരുത് മാഡം. എത്രയും പെട്ടെന്ന് അതിനു വേണ്ട നടപടിക്രമങ്ങൾ എടുക്കണം. എന്ത് സഹായത്തിനും ഈ ധനപാലൻ കൂടെ ഉണ്ടാവും. എൻ്റെ രേണുകയുടെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഇനി കുറെ മാറ്റങ്ങളൊക്കെ വരും. കുറെ എണ്ണം അകത്തും ആവും. നമസ്കാരം മുതലാളി. ആ, ഫിലിപ്പോസോ? ആ, വാടോ വാടോ. പഴയ കാര്യമൊക്കെ മറന്നാന്ന് തോന്നുന്നു. എടോ, താൻ ആ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് മാസം എത്രയായി? തിരിച്ചെടുക്കുന്നില്ലേ? ഒന്ന് പതുക്കെ പറ മുതലാളി.
ആരെങ്കിലും കേട്ടാ കുറച്ചില്ല. മുക്കാച്ചക്രത്തിന്റെ പൊന്നുകൊണ്ട് കാണിച്ച് പളിങ്ക് പോലത്തെ നോട്ട് വേണ്ടി പാക്കറ്റി കൊണ്ടുപോയിട്ടേ താൻ മുങ്ങിയെടുക്കല്ലായിരുന്നോടൂ. ഇപ്പൊ കുറച്ചിലാണ് പോലും. മുതലാളി അതങ്ങ് വിറ്റോ, കിഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാ മതി. മുതലും പലിശയും കൂട്ടി കഴിച്ചാലേ താൻ ഇങ്ങോട്ട് എണ്ണി തരേണ്ടി വരും. ആന്നോ? എങ്കി ആ ക്ഷീണം തീർക്കാൻ പുതിയൊരു ഇടപാടുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. എന്തോന്ന് ഇടപാട്? എന്തോന്നാടോ ഇത്? നോക്കണോ മോലാളി? ചുമ്മാതെ ഒന്ന് നോക്കണോ മോലാളി? ഇത് RC ബുക്കും പേപ്പറും ഇല്ലയോ? അതെ. പണയം വെക്കാനാണോ? ആ, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് ഇല്ലേ, അദ്ദേഹത്തിന്റെ അളിയൻ ഗിരിയുടെ കാറിന്റെ ബുക്കും പേപ്പറുവാ. പുള്ളിക്കാരനിപ്പോ ഒരു ആക്സിഡന്റിലൊക്കെ പെട്ട് സർവ്വതും തളർന്ന് ചാകരായി കിടക്കുക. ഇനി ഇത് തിരിച്ചെടുക്കാനൊന്നും പോകുന്നില്ല. താമസിക്കാതെ നമുക്ക് ഈ കാറും കൂടി ഇനി അടിച്ചു മാറ്റാം. ഞാൻ ഒപ്പിച്ചിട്ട് തരാം മുതലാളി. എടോ, ഇത് ആക്സിഡന്റ് ആയ വണ്ടി ഇല്ലയോ? പണിഞ്ഞ് നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുക, ബെസ്റ്റ് കണ്ടീഷൻ. എത്ര രൂപ വേണ്ടേ? എത്ര രൂപ കൊടുക്കും? അവർക്ക് എത്ര ആവശ്യം? അങ്ങനെ ചോദിച്ചാ അവർക്ക് ഇപ്പൊ ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും നടക്കത്തില്ല. എത്ര നടക്കും? മാക്സിമം ഒരു 25,000 രൂപ. അത് തന്നെ കൂടുതലാ. 25,000 25,000 ഉള്ളത് കൊടു മുതലാളി. 2-3 പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യേണ്ടി വരും. അതൊക്കെ ഞാൻ ഒപ്പിച്ച് മേടിച്ചോണ്ട് വരാം മുതലാളി. പിന്നൊരു കാര്യം, കാറ് സ്വന്തമാവുമ്പോ എനിക്ക് കമ്മീഷൻ തരണം. ഓ, താനീ കമ്മീഷൻ കണ്ടുപിടിച്ച ആളാണല്ലോ. കഞ്ഞി കുടിക്കട്ടെ മുതലാളി, അതുകൊണ്ടാ. ശാലു, 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 ഇവളിത് എവിടെ പോയി? ആരാ അത്? ശാലു, ആരാന്നാ ചോദിച്ചേ? ശാലു, 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 എന്താ എന്താ ഗിരീട്ടാ? ഗിരീട്ടൻ വിളിച്ചായിരുന്നോ? ആ, വിളിച്ചു. ഒടുക്കത്തെ വിളി നീ കേട്ടില്ലേ? എന്താ ഗിരീട്ട് ഇങ്ങനെ? ഞാൻ അപ്പുറത്ത് തുണി നനയ്ക്കായിരുന്നു. കുറച്ചു നേരമായിട്ട് ആരെ കിടന്ന് ബെല്ലടിക്കുന്നു, പോയി നോക്കാരാന്ന്. അയ്യോ, സാറായിരുന്നോ? ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങായിരുന്നു. സാറ് വന്നിട്ട് ഒത്തിരി നേരമായി, 1-2 ആവർത്തി ബെല്ലടിച്ചു. സോറി സർ, ഞാൻ പുറത്തൊന്ന് തുണി അലക്കായിരുന്നു. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്, സാരമില്ല. ഗിരി അകത്തെ മുറിയില്ല. ശാലു, വരുന്നു ഗിരിയേട്ടാ, സാറ് വരണം. ഗിരിയേട്ടാ, ബാലു സാറ്. ഇരിക്കണം സർ. സാറിന് കുടിക്കാൻ എന്താ, ചായയോ കാപ്പിയോ? ഏയ്, ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുക. കുറച്ചു ദിവസമായി വിചാരിക്കുക ഇവിടം വരെ ഒന്ന് വരാൻ. തിരക്കൊഴിഞ്ഞിട്ട് വേണ്ടേ? ആ
ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ? കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാ. മാസത്തിലൊരിക്കൽ ചെക്കപ്പിന് പോയാൽ മതി. ഇനി പേടിക്കാനൊന്നുമില്ലടോ. താമസിയാതെ തന്നെ നടക്കാനും ഓടാനൊക്കെ കഴിയുമെന്നാ എന്റെ വിശ്വാസം. ഗിരി എന്താ ഒന്നും മിണ്ടാത്തെ? ഈ അവസ്ഥയിൽ ഞാനെന്ത് മിണ്ടാനാ സാറേ? എല്ലാം പറയാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള അധികാരം നിങ്ങൾക്കല്ലേ? ഗിരി എന്താ ഈ പറയുന്നേ? ഞാൻ എന്ത് ചെയ്യുന്ന? സാറല്ലേ അന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ യു ആർ എൻ എക്സ് കൺവിക്റ്റ് എന്ന്? കഴിഞ്ഞ 6 വർഷമായി കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്ത എന്നെ ഒടുവിൽ ഒരു കൊലയാളി എന്ന് വിളിച്ച് പുറത്താക്കിയില്ലേ? അത് ഡയറക്ടർ ബോർഡിന്റെ തീരുമാനമായിരുന്നു. പ്ലീസ് സർ, ലീവ് മീ അലോൺ. ശരി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. പിരിച്ചുവിടപ്പെട്ട വകയിൽ ഒരു എമൗണ്ട് ഗിരിക്ക് തരാൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ഒപ്പിട്ട് തരാമെങ്കിൽ 2 ദിവസത്തിനകം ചെക്ക് ഞാനിങ്ങ് എത്തിച്ചേരാം. അങ്ങനെ ഒരു കോമ്പൻസേഷൻ കമ്പനി മറ്റാർക്കും കൊടുത്തിട്ടില്ലല്ലോ. എന്താ എന്റെ കാര്യത്തിൽ ഒരു ഔദാര്യം? സഹതാപം കൊണ്ടായിരിക്കും അല്ലേ? എന്തായാലും വേണ്ടെന്ന് വെക്കരുത് ഗിരി. പിന്നെ 2 ലേഡി സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനിയിൽ. ഒരു ആപ്ലിക്കേഷൻ തന്നാ ഞാൻ ട്രൈ ചെയ്യാം.